രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺഡ് അല്ല. ഹൂ കെയേഴ്സ്? രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല, മുൻകൂർ ജാമ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അതിനാടകീയമായ ഒരു രാഷ്ട്രീയ അധ്യായത്തിന് തിരശ്ശീല വീണിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. നമ്മുടെ കൺമുന്നിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി ഉദിച്ചുയർന്നു വന്ന ഒരു യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസിന് കൈവെള്ളയിൽ വെച്ചു കൊടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് എന്ന പാർട്ടിക്ക്, അതിന്റെ പാരമ്പര്യത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്ന നിമിഷങ്ങൾ വരെ കോൺഗ്രസിൽ പതിറ്റാണ്ടുകൾ ചെലവിട്ട, കോൺഗ്രസിന് വേണ്ടി പണിയെടുത്ത നേതാക്കൾക്ക് സ്വന്തമാക്കാൻ കഴിയാത്ത എല്ലാ ആനുകൂല്യങ്ങളും, എല്ലാ ഭാഗ്യങ്ങളും പത്തനംതിട്ടയിൽ നിന്ന് വന്ന ഒരു സാധാരണ ചെറുപ്പക്കാരന്റെ കൈവെള്ളയിലേക്ക് കോൺഗ്രസ് പാർട്ടി വെച്ചുകൊടുത്തു. ഒക്കെത്തിനും മറുപടിയായതായി തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് ഒരു വലിയ ചോദ്യചിഹ്നം അഭിമുഖീകരിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഭാവി കോൺഗ്രസിന്റെ മുഖമെന്ന് കോൺഗ്രസ് പാർട്ടി അപ്പാടെ വിധി എഴുതിയ ആ അതേ ചെറുപ്പക്കാരന്റെ പേരിലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പാർട്ടിക്ക് ആരുമല്ല. സസ്പെൻഡ് ചെയ്ത്, അതും എത്ര കാലത്തേക്ക് എന്ന് പോലും പറയാതെ, ഒന്ന് വിവാദമൊടുങ്ങുന്നത് വരെ എന്ന നിഗമനത്തിൽ പുറത്തു നിർത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒരിക്കലും പാർട്ടിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞതോടുകൂടി ഇന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കി. കോടതിയിൽ നിന്നുള്ള മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി വന്നാൽ ഒരൊറ്റ മിനിറ്റ് മാത്രമാണ് അതിന് കാലതാമസം ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തുപോയി. അതിന് പിന്നാലെ അറസ്റ്റ് ഉണ്ടാകും, കസ്റ്റഡിയിലാണ് തുടങ്ങിയ ഒരുപാട് വാർത്തകൾ വന്നതായപ്പോൾ കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിയിൽ ആ സമയം കഴിഞ്ഞും ജഡ്ജ് തുടർന്നപ്പോൾ അതിർത്തി കടന്നെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലാണ് എന്നത് വരെയുള്ള വാർത്തകൾ വന്നു. പക്ഷെ അതൊക്കെ കഥകൾ മാത്രമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലില്ല എന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. കാസർഗോഡ് ഹോസ്ദുർഗ് കോടതിക്ക് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് ഡിവൈഎഫ്ഐയുടെ വലിയ പ്രതിഷേധമുണ്ടായി, യുവമോർച്ചയുടെ വലിയ പ്രതിഷേധമുണ്ടായി. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന നിഗമനത്തോടെ വലിയ പോലീസ് പട തന്നെ അവിടെ ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്ന് രാഹുൽ എന്തായാലും പട്ടിണി കിടക്കില്ല, അവൻ അധിക്ഷേപിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീലം എന്ന് പറഞ്ഞ, അനാശാസ്യം എന്ന് പറഞ്ഞ പൊതിച്ചോറുമായി ഞങ്ങൾ ഇവിടെ കാവൽ നിൽപ്പുണ്ട് എന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പകവീട്ടലിന്റെ ലാഞ്ചനയോടുകൂടി മധുര പ്രതികാരം വീട്ടുന്നതിന്റെ സുഖത്തോടെ, മധുരത്തോടെ പറയുന്നത് നമ്മളിപ്പോൾ കേട്ടു. കാസർഗോഡ് കോടതിയുടെ മുന്നിൽ നിന്ന് സാരംഗ് സുരേഷും തിരുവനന്തപുരത്ത് നിന്ന് ആർ അനന്തകൃഷ്ണനും നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ആദ്യം സാരംഗിലേക്ക്. സാരംഗ്, കസ്റ്റഡിയിലില്ല എന്നത് ഏറെക്കുറെ വ്യക്തമാവുകയാണ്. ഇനി അവിടെ വന്ന് കീഴടങ്ങാനുള്ള സാധ്യത എത്രത്തോളമാണ്? മാധു, കസ്റ്റഡിയിലില്ല എന്നതിന് കൃത്യമായ ഒരു സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടാവുന്നു. അതിനുശേഷം മറ്റൊരു ചോദ്യമുള്ളത്, എന്തുകൊണ്ട് ഹോസ്ദുർഗ് കോടതിയിൽ ഇത്തരത്തിൽ വലിയ ഒരു പോലീസ് സന്നാഹം ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കൃത്യമായ ഒരു സ്ഥിരീകരണം കൂടി ഉണ്ടാവുന്നു. കണ്ണൂർ റേഞ്ച് DIGയുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോൾ വരുന്നത്. യതീഷ് ചന്ദ്ര IPS പറയുന്നതനുസരിച്ച് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ച വിവരമാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പക്ഷേ ഹോസ്ദുർഗ് കോടതിയിലേക്ക് എത്തിയേക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ പോലീസ് സന്നാഹം ഒരുക്കിയത്. അതോടൊപ്പം തന്നെ നേരത്തെ കോടതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞു വെച്ചിരുന്നത് മറ്റ് പല കേസുകളുമായി ബന്ധപ്പെട്ട ഫയലുകൾ പഠിക്കേണ്ടതിൻ്റെ ഭാഗമായാണ് മജിസ്ട്രേറ്റ് ഇത്തരത്തിൽ കോടതിയിൽ തുടരുന്നത് എന്ന് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ നിന്ന് മജിസ്ട്രേറ്റും പോലീസും മടങ്ങിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഇവിടെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രാത്രിയിൽ ഹോസ്ദുർഗ് കോടതിയിൽ കീഴടങ്ങാനുള്ള സാധ്യത വിരളമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് പൂർണ്ണമായി മാറിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഇവിടെ യുവമോർച്ച BJP പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. അതിനുശേഷം അവർ ചെരുപ്പുമാലയുമായാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കാനായി ഹോസ്ദുർഗ് കോടതിയുടെ പടിക്കൽ വന്നിരുന്നത്. അതിനുശേഷം DYFI പ്രവർത്തകരും എത്തുകയുണ്ടായി. അവർ ഏത് രീതിയിലാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ അശ്ലീലം എന്ന് പറഞ്ഞ് അപമാനിച്ച അതേ പൊതിച്ചോറുമായി തികഞ്ഞ രാഷ്ട്രീയ മറുപടിയുമായാണ് DYFI പ്രവർത്തകർ ഇവിടെ പ്രതിഷേധവുമായി എത്തിയത്. എന്തായാലും ഇവിടെ പോലീസ് സന്നാഹങ്ങൾ പൂർണ്ണമായി ഇവിടെ നിന്ന് പിൻവലിച്ചിരിക്കുന്നു എന്നതിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നു. എന്തായാലും ഹോസ്ദുർഗ് കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റ് മടങ്ങിയിരിക്കുന്നു. പോലീസ് സന്നാഹം ഹോസ്ദുർഗ് കോടതിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് എത്തില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കസ്റ്റഡിയിലില്ല എന്നത് പോലീസും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അനന്തൻ, ഈ നാടകത്തിന്റെ അർത്ഥം എന്താണ്?
മാധു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെങ്കിലും കീഴടങ്ങാനുള്ള സാധ്യതയാണ് പിന്നീട് പറഞ്ഞു കേട്ടത്. അതിനിടയിൽ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള നീക്കം നടത്തിയെങ്കിലും ഇന്ന് ഈ തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ ഉത്തരവിൻ്റെ പകർപ്പ് സർട്ടിഫൈ ചെയ്ത് കിട്ടാൻ വൈകിയതുകൊണ്ട് അതിനുള്ള നീക്കം ഇന്ന് നടന്നില്ല. അപ്പോൾ ഈ കീഴടങ്ങൽ ഉണ്ടാകും എന്നുള്ളൊരു അഭ്യൂഹം പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പോലീസിൽ നിന്ന് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നത്, ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടില്ല എന്നവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതേസമയം ഈ ഹോസ്ദുർഗ് കേന്ദ്രീകരിച്ച് ഒരു അഭ്യൂഹം ഇന്ന് വൈകുന്നേരത്തോടെ പടർന്നു. അതായത് കുടക് മേഖലയിൽ ഒളിച്ചിരിക്കുന്ന, കർണാടകയിലെ കുടക് മേഖലയിൽ ഒളിച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടെന്ന് എത്താൻ പറ്റുന്ന, വലിയ ചെക്കിംഗ് ഒന്നും ഇല്ലാതെ എത്താൻ പറ്റുന്ന ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാകാൻ സാധ്യതയുണ്ട് എന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തകർ അവിടേക്ക് എത്തിയതെന്നാണ് പോലീസ് വിലയിരുത്തുന്നത്. ഉടൻ തന്നെ പോലീസും വലിയ സന്നാഹം അവിടെ ഒരുക്കി. അതല്ലാതെ പോലീസ് ഏതെങ്കിലും തരത്തിൽ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ കോടതിക്കോ അല്ലെങ്കിൽ മറ്റ് പോലീസ് സംവിധാനത്തിനോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കീഴടങ്ങലോ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല എന്നാണ് പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം. ഏതായാലും ഇപ്പോൾ ഹോസ്ദുർഗിൽ നടന്നത് ഒരു നാടകം എന്ന വിലയിരുത്തലിലേക്കാണ് പോലീസ് എത്തുന്നത്. അതൊരു പക്ഷേ ഒളിവിലിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ നാടകമാണോ, അതല്ല രാഹുലിന് വേണ്ടി മറ്റെന്തെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ചെയ്യാൻ വേണ്ടി അവിടെ കേന്ദ്രീകരിച്ച് മറ്റാരെങ്കിലും പ്രവർത്തിച്ചതാണോ? ഇത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഇന്നലെ വയനാട് കേന്ദ്രീകരിച്ച് ഇത്തരമൊരു പ്രചരണം ഉണ്ടായിരുന്നു. വൈകിട്ട് പാലക്കാടും ഇങ്ങനെയൊരു പ്രചരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഹോസ്ദുർഗ് ആണ് ഇന്ന് ഉണ്ടായത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് നാളെ ഹൈക്കോടതിയിലേക്ക് എത്തുകയാണ് എങ്കിൽ അതിനുശേഷമേ ഒരു കീഴടങ്ങൽ അല്ലെങ്കിൽ അറസ്റ്റ്, കസ്റ്റഡി എന്നിവ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. പോലീസ് പറയുന്നത് അങ്ങനെ ഒരു കീഴടങ്ങൽ മുമ്പ് ഹൈക്കോടതിയിലെ കൂടെ സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിൽ തേടും എന്നുള്ളതാണ്. പക്ഷേ മാധു, ഈ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് വരുമ്പോൾ അതിൽ ഗുരുതരമായ ചില പരാമർശങ്ങൾ ഉണ്ട്. അത് പരിഗണിക്കേണ്ടി വരും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദങ്ങൾ പൂർണ്ണമായും കോടതി അംഗീകരിച്ചിട്ടില്ല. കുറ്റകൃത്യ സ്വഭാവമുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് കോടതി എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഗർഭഛിദ്രം നടത്തിയത് ഈ അതിജീവിതയെ ആത്മഹത്യാ ഭീഷണി മുഴക്കി സമ്മർദ്ദത്തിലാക്കി എന്നതിന്റെ തെളിവ് ഉണ്ട് എന്നുള്ളത് കോടതിയുടെ വിലയിരുത്തലാണ്. അതിനൊപ്പം തന്നെ ഈ ആദ്യത്തെ ലൈംഗിക ബന്ധം അത് ഉഭയസമ്മതപ്രകാരമാണെങ്കിലും പിന്നീടുണ്ടായ ലൈംഗിക ബന്ധങ്ങളൊക്കെ യുവതിയെ ഭീഷണിപ്പെടുത്തിയാണ് എന്ന പരാതിക്കാരുടെ വാദം അംഗീകരിക്കേണ്ടി വരും എന്നുള്ളൊരു നിരീക്ഷണം കൂടി കോടതി അതുകൂടി കോടതി അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ അതുമാത്രം ഏകപക്ഷീയമായ ഒരു ശരിയല്ല. അതിൽ കുറ്റകൃത്യമുണ്ട് എന്നുള്ള പ്രഥമ ദൃഷ്ട്യാവുള്ള വിലയിരുത്തലാണ് കോടതി നടത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുന്നത്. ശരി, നമ്മൾ ചർച്ചയിലേക്ക് കടക്കുകയാണ്. നമ്മളോടൊപ്പം CPM നിന്ന് അഡ്വക്കേറ്റ് K അനിൽകുമാർ, ഒപ്പം കോൺഗ്രസിൽ നിന്ന് ശ്രീ VR അനൂപ്. ഈ പരാതിയുമായി ആദ്യഘട്ടത്തിൽ വരികയും ഇന്ന് പോലും ഇത് സ്ത്രീ വിജയങ്ങളുടെ തുടക്കമാണ് എന്ന് പ്രതികരണം നടത്തുകയും ചെയ്ത ശ്രീ റിനി ആൻ ജോർജ് നമ്മളോടൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് MR അഭിലാഷ്, നിയമവിദഗ്ധൻ നമ്മളോടൊപ്പമുണ്ട്. ശ്രീമതി റിനി ആൻ ജോർജ്, എന്താണ് പറയാനുള്ളത്? അനിവാര്യമായ ഒരു പതനം എന്ന നിലയ്ക്കാണോ ഇതിനെ കാണുന്നത്? എനിക്ക് വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട്. കാരണം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യത്തിന് നിമിത്തമാകാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട്. പിന്നെ അനിവാര്യമായ പതനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ കർമ്മഫലം ഉണ്ടാകും എന്നുള്ളതൊരു വലിയ സത്യമാണ്. അത് ആര് തന്നെയായാലും, എത്ര ഉയരത്തിലുള്ള ആളാണെങ്കിലും ഏത് അധികാരത്തിലുള്ള ആളാണെങ്കിലും അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ കർമ്മഫലം ഉണ്ടാകും. അപ്പോൾ അത്തരത്തിൽ നോക്കിയാൽ അനിവാര്യമായൊരു പതനമായിരിക്കും ഇത് എന്ന് വിലയിരുത്താം. ഇത് നോക്കൂ, ഇപ്പൊ രണ്ടാമത്തെ പരാതി വന്ന സാഹചര്യം റിനിക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ആ പരാതികൾ വന്ന റിനി ഈ വെളിപ്പെടുത്തലുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന ദിവസങ്ങളിൽ നേരിടേണ്ടി വന്ന സൈബർ അതിക്രമം. രണ്ടാമത്തെ പരാതി വരുമ്പോൾ ഞാൻ ഒരു വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റിനി ആ പരാതിയുടെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, പരാതിയുമായി രംഗത്ത് വന്ന സ്ത്രീകൾ നേരിടേണ്ടി വന്ന അതിക്രമം കണ്ടുകൊണ്ട്, ഒരു പരാതിയും നിലനിൽക്കില്ല എന്ന ആത്മവിശ്വാസ പ്രകടനം കണ്ടുകൊണ്ട് മറ്റ് സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പരാതിയുമായി രംഗത്ത് വന്നത് എന്നുള്ളതായിരുന്നു. എത്രത്തോളം ട്രിഗർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഹൂ കെയേഴ്സ് എന്ന ആ ചോദ്യം റിനി ആവർത്തിച്ച ആദ്യ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞ ആ ചോദ്യം, അവിടെ നിന്നാണോ രാഹുലിന്റെ പതനം തുടങ്ങുന്നത്? അങ്ങനെ ഞാൻ പറയുന്നില്ല. അതായത് അവരവർ ചെയ്തതിൻ്റെ കർമ്മഫലത്തിൻ്റെ ഒരു ഇതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങൾ ചെയ്തിട്ടും, പല വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടും അത് ഞാൻ കെയർ ചെയ്യുന്നില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അത് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു ആരോപണങ്ങൾ വന്നതിന് ശേഷവും അതുപോലെ തന്നെ അതിജീവിത ആദ്യമായി പരാതി കൊടുത്തതിന് ശേഷവും ഒക്കെ, ആരോപണങ്ങൾ വന്നതിന് ശേഷം, അതായത് അതിജീവിത പരാതി കൊടുക്കുന്നതിന് മുമ്പൊക്കെയുള്ള ഒരു രീതി നമുക്കറിയാം. ഇതൊന്നും കെയർ ചെയ്യാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് പരാതി കൊടുത്തതിന് ശേഷവും
അതേപോലെ തന്നെയുള്ള ഒരു മനോഭാവത്തിൽ തന്നെ, ഒരു ഹൂ കെയേഴ്സ് എന്നുള്ളൊരു മനോഭാവത്തിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. ശരി, ഞാൻ വരാം അങ്ങയിലേക്ക്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇന്നിപ്പോ ഹൊസ്ദുർഗ് കോടതിക്ക് മുന്നിൽ കോടതിയിലേക്ക് എത്തിയേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വാർത്തകൾ വരുമ്പോൾ ഡിവൈഎഫ്ഐ അവിടേക്ക് വരുന്നത് പൊതിച്ചോറുമായിട്ടാണ്. അനാശാസ്യം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കൽ പറഞ്ഞ അതേ പൊതിച്ചോറ് തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് അവർ പറയുന്നത്. വലിയ രാഷ്ട്രീയ ശത്രുത സ്വാഭാവികമായും രണ്ട് പാർട്ടികളിൽ രണ്ട് പ്രത്യയശാസ്ത്രത്തിൽ നിൽക്കുമ്പോഴുണ്ടാകും. അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയം അവസാനിക്കേണ്ടതായിരുന്നു, അത് ഇങ്ങനെ തന്നെ തീരേണ്ടതായിരുന്നു എന്നൊരു ബോധ്യമോ ഒരു പ്രതികാര ബുദ്ധിയോ അതിൽ നിന്നുണ്ടാകുന്ന മധുര പ്രതികാരമോ ഒക്കെ ഉണ്ടാകുന്നുണ്ടോ? ഈ പതനത്തെ എങ്ങനെയാണ് കാണുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയിൽ ആരംഭിക്കുകയും അദ്ദേഹത്തിൽ അവസാനിക്കുകയും ചെയ്യുന്ന എന്തെങ്കിലും ഒരു ജീർണതയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കേണ്ടതില്ല. വരുമൊരു കാലം, മിണ്ടാപ്രാണികൾ സംസാരിക്കും കാലം. നമ്മളൊരു കവിതാ ശകലം കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം റിനി ആൻഡ് ജോർജിനെ അഭിവാദ്യം ചെയ്യുന്നു. ഹൂ കെയേഴ്സ് ഇറ്റ്, അങ്ങനൊരു അടയാളവാക്യം. ആ അടയാളവാക്യം പറഞ്ഞതോടുകൂടിയാണ് ബഹുമാന്യായ റിനിക്ക് ആരാണ് ഇപ്രകാരം സ്ത്രീ സമൂഹത്തോട് അനാദരവോടെ പെരുമാറുന്നത് എന്ന് പൊതുമണ്ഡലത്തിൽ അവതരിപ്പിക്കാൻ ആവശ്യമായ ഒരു അടയാളവാക്യം കിട്ടിയത്. ഈ അടയാളവാക്യം കാല്യത്തിൻ്റെ കാവ്യനീതിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മിണ്ടാപ്രാണികൾ സംസാരിക്കുന്നൊരു കാലം വന്നിരിക്കുന്നു. സ്ത്രീകൾ ഇങ്ങനെ ചവിട്ടി അരയ്ക്കപ്പെടാനുള്ളതല്ല. അവരുടെ വിരുന്നറകളിൽ പതിയിരിക്കുന്ന ചെന്തായ്ക്കൾ തൻ പല്ലിടുക്കിൽ അരയുന്നവർ എന്ന് മൊയ്ൻവിക്കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടിയിൽ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഉയരത്തിലെത്തി? കഴുകനെ പോലെ ഉയർന്നു പറന്നു. ഇതാണ് നാം പരിശോധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരംഭിച്ച് അവിടെ അവസാനിച്ചതല്ല. കോൺഗ്രസ് പാർട്ടിക്ക് മുമ്പിൽ എത്തിയിരുന്ന പരാതികളിൽ തീരുമാനമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുമായിരുന്നില്ല എന്നാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ അധ്യക്ഷനായ കമ്മിറ്റിയിലെ ഒരു അംഗം കൂടിയായ ഒരു എഴുത്തുകാരി വെളിപ്പെടുത്തിയത്. തന്നോട് എങ്ങനെയാണ് ഈ വ്യക്തി പെരുമാറിയത്, അമ്മയുടെ പ്രായമുള്ള മഹിളാ കോൺഗ്രസ് പ്രവർത്തകരോട് എങ്ങനെയാണ് ഇയാൾ സമീപിച്ചത്, അങ്ങനെ യൂത്ത് കോൺഗ്രസിന് തന്നെ സംസ്ഥാന കമ്മിറ്റിയിലെ നിരവധി പെൺകുട്ടികളെ വലവീശി പിടിക്കുന്ന വിധം ഇദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്നൊരു കമ്മിറ്റിയിൽ ഇടപെട്ടുവെന്ന കാര്യം അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനോട് പരാതിപ്പെട്ടപ്പോൾ ഹൂ കെയേഴ്സ്, ആദ്യമായി ഹൂ കെയേഴ്സ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്, ഷാഫി പറമ്പിലാണ്. ബഹുമാനപ്പെട്ട റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തിയെന്താണ്? ഇപ്രകാരമുള്ള നിരവധി പരാതികൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പക്കൽ എത്തി. അത്രയേ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒന്ന്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് ഇദ്ദേഹം വരുമായിരുന്നില്ല. രണ്ട്, അദ്ദേഹം MLA ആകുമായിരുന്നില്ല. അപ്പോൾ ഈ ഉയരത്തിലേക്ക് ഇപ്രകാരം ചെയ്യുന്ന വ്യക്തിയെ ഈ ഉയരത്തിലേക്ക് എത്തിച്ചത് കോൺഗ്രസിനകത്ത് നിന്ന പരാതികളോട് പുറംതിരിഞ്ഞു നിന്നിട്ടാണ്. ബഹുമാനപ്പെട്ട റിനി എന്താ പറഞ്ഞത്? കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾ, വനിതകൾ, മക്കൾ, നേതാക്കളുടെ ഭാര്യമാർ ഒക്കെ അനുഭവിച്ചൊരു ദുരന്ത അനുഭവം. ഇത് ഞാൻ സമൂഹത്തിന് വേണ്ടി വെളിപ്പെടുത്തുന്നു. അവർ ഒരു വ്യക്തിയെ പറഞ്ഞില്ല. കേരള സമൂഹത്തിൽ ഇത്ര അന്തസ്സായി ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ റിനി എന്ന് പറയുന്നൊരു വ്യക്തിക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാം നോക്കിക്കാണുന്നത്. എന്തൊരടക്കം, എന്തൊരു ആദരവോടു കൂടിയാണ് ആ സ്ത്രീത്വം എന്ന് പറയുന്നതിനെ, വ്യക്തിത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ അവർ ശ്രമിച്ചത്. അവർ പ്രൊഫഷൻ ചെയ്യുന്നയാളാണ്. ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ, ഒരു താരമാകുമ്പോൾ താരത്തിൻ്റെ കോസ്റ്റ്യൂംസ് വരും. ആ കോസ്റ്റ്യൂംസിൻ്റെ ഓരോ ഭാഗങ്ങളെയും എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഒരു സൈബർ കൂട്ടം വിചാരണ ചെയ്ത് അപമാനിക്കാൻ ശ്രമിച്ചത്, ആക്രമിക്കാൻ ശ്രമിച്ചത്. അതിന് ബദലായി സിനിമാ താരങ്ങളെ ഇറക്കിയത്. കൂടുതൽ സുന്ദരിമാർ തനിക്ക് വിധേയനായിരിക്കുന്നു എന്ന് നാടിനെ അറിയിക്കുന്ന വിധം അദ്ദേഹം എങ്ങനെയാണ് സമൂഹത്തെ വെല്ലുവിളിച്ചത്. സ്ത്രീകൾ നിലവിളിക്കുമ്പോൾ പരിഹാരമായി ചിരിക്കുന്ന സ്ത്രീകളുടെ ചിത്രം അവതരിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തെ കൊണ്ടുപോവുകയാണ് ആ ബഹുമാനപ്പെട്ട MLA ചെയ്തത്. അതിന് വ്യക്തിപരമായി അദ്ദേഹം ചെയ്തതല്ല, ഒരു പ്രസ്ഥാനത്തിൻ്റെ പിന്തുണയുണ്ട്. ഇന്നത്തെ ദിവസം വൈകുന്നേരം
അദ്ദേഹം പിടിയാണെങ്കിലും ഇല്ലെങ്കിലും ഇതേ നിമിഷം വരെ ആ വ്യക്തിക്ക് കോൺഗ്രസിൻ്റെ പിന്തുണയുണ്ട്. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ വ്യക്തിയുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റാത്തവരാണോ കേരളത്തിലെ കോൺഗ്രസ്? ഈ വ്യക്തിയുടെ ശബ്ദം ഒരു പെൺകുട്ടിയോട് ഏറ്റവും തെറ്റായ നിലയ്ക്ക് പറയുമ്പോൾ എത്രയോ ദിവസം മുമ്പ് ഞെട്ടലോടെ കേട്ടു. ഒരു നോട്ടീസെങ്കിലും കോൺഗ്രസ് കൊടുത്തോ? ഈ വ്യക്തിയെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു. എന്തിന് സസ്പെൻഡ് ചെയ്തു? ഞങ്ങളുടെ മുമ്പിൽ പരാതി കിട്ടിയിട്ടില്ല. ഞാൻ പറയുന്നത് സ്ത്രീപക്ഷത്തെ ആ ഭാഗത്തെ ശബ്ദം അവിടെ നിൽക്കട്ടെ. ഈ ശബ്ദം നിങ്ങളുടേതാണോ? ഒരു തവണ KPCC ആ വ്യക്തിയോട് MLA യോട് ചോദിച്ചോ, ഈ ശബ്ദം നിങ്ങളുടേതാണോ? എൻ്റെ അല്ല എന്ന വ്യക്തി പറഞ്ഞോ? അയാളുടെ ആണെങ്കിൽ അയാൾക്ക് ഇന്ന് ഈ നിലയ്ക്ക് പിന്തുണ കൊടുത്ത വീക്ഷണം പത്രം പിരിച്ചുവിടണ്ടേ? എന്താ പറഞ്ഞതെന്നറിയാമോ? വിത്ത് ഗുണമുള്ള നേതാക്കളെ ചവിട്ടി അരയ്ക്കാൻ അനുവദിക്കില്ല. ഇപ്പം മനസ്സിലായല്ലോ, ആ ഗുണമെല്ലാം മനസ്സിലായല്ലോ. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക മുഖപത്രമാണ് വിത്ത് ഗുണമുള്ള നേതാക്കന്മാർ. എന്തൊരു പ്രയോഗമാണ്! നമ്മുടെ സമൂഹത്തിലെ ജാത്യ ഗുണങ്ങളെ ഉദ്ഘോഷിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് വന്നു. ഇതിൻ്റെ നടുവിലും ഈ അശ്ലീല കാഴ്ചകളുടെ നടുവിലും ആലോചിച്ചു നോക്കൂ, എത്ര അപായകരമാണ് ആ പാർട്ടി ചെന്നെത്തിയിരിക്കുന്ന പതനം. അതാണ് നാം ചർച്ച ചെയ്യേണ്ടത്. ശരി, അടുക്കൽ അനിൽകുമാർ, ഞാൻ അതിലേക്ക് വരാം. MR അഭിലാഷ്, ഇപ്പോൾ ഇന്ന് മുൻകൂർ ജാമ്യം നൽകുന്നില്ല തിരുവനന്തപുരം കോടതി. ഇനി ഹൈക്കോടതിയിലേക്ക് പോവുക എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജാമ്യ സാധ്യത എന്നുള്ളത് സ്വാഭാവികമായും കോടതി പറയേണ്ടതാണ്. നമുക്കതിലൊരു പ്രഡിക്ഷൻ ഒന്നും സാധ്യമല്ല. പക്ഷേ ഇന്ന് ഗുരുതരമായ ചില പരാമർശങ്ങൾ കോടതിയുടെ ജാമ്യ നിഷേധത്തിന്റെ ഭാഗമായി വന്ന ഉത്തരവിൽ തന്നെയുണ്ട്. കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട്. ജാമ്യം നൽകുന്നില്ല, തെളിവ് നശിപ്പിക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കാത്തിരിക്കുന്നത് എന്നാണ് അങ്ങേക്ക് പറയാനുള്ളത്? മാധു, ഇന്ന് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് വളരെ വിശദമായിട്ടുള്ളൊരു ഉത്തരവിലൂടെയാണ്. അങ്ങനെ ഒരു ഉത്തരവ് വന്നതിന് ശേഷവും ഒരു കുറ്റാരോപിതനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിലേക്ക് ഇതിന്റെ അപ്പീൽ നടപടിക്രമങ്ങളുമായി പോകുവാനുള്ള അവകാശമുണ്ട്. ഹൈക്കോടതി ഈ ഉത്തരവിലെ ശരിതെറ്റുകളെ പരിശോധിച്ചിട്ട് ഹൈക്കോടതി പോലീസ് കസ്റ്റഡിയിൽ പോകാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ ഹൈക്കോടതി അതിൽ അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനമെടുക്കും. അതൊക്കെ നിയമപരമായിട്ട് ഒരു കുറ്റാരോപിതന് അവൈലബിൾ ആയിട്ടുള്ള അവകാശങ്ങളുടെ ഭാഗമാണ്. പക്ഷേ ഈ വിചാരണ കോടതിയുടെ ഇപ്പോൾ ഉത്തരവ് എന്ന് പറയുന്നത് വളരെ സുചിന്തിതമായും വിശദമായിട്ടുള്ള ഒരു ഉത്തരവാണ്. അതിനകത്ത് വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുക എന്നതല്ല ഏറ്റവും കാതലായ വിഷയം. അതല്ല പ്രൊവിഷനായിട്ട് ഇൻവോക്ക് ചെയ്തിട്ടുള്ളത്, ആരോപണമായിട്ട് നിയമത്തിൽ വന്നിട്ടുള്ളത്. പക്ഷേ ബലാത്സംഗം എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, നിർബന്ധിച്ച് ഒരു യുവതിയുടെ സമ്മതമില്ലാതെ ഗർഭഛിദ്രം നടത്തുക, അത് സംബന്ധിച്ചിട്ടുള്ള മെറ്റീരിയൽസ് കോടതിയുടെ റെക്കോർഡിൽ വന്നിട്ടുണ്ട്. അത് കൂടെ പരിശോധിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, പറഞ്ഞു കേട്ടതനുസരിച്ച് അതിനകത്ത് കേസ് ഡയറി ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അനുസരിച്ചല്ലേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇദ്ദേഹം സംസ്ഥാനത്തിന് പുറത്തു നിന്ന് അത് കോടതി ഉത്തരവിലും പ്രതിഫലിക്കപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പുറത്തു നിന്ന് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിച്ചുകൂടാത്ത അപകട സാധ്യതയുള്ള ഒരു മരുന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തു വഴി കാറിൽ ഇത് അഡ്മിനിസ്റ്റർ ചെയ്തു. എന്ന് മാത്രമല്ല, വീഡിയോ കോളിൽ വരികയുണ്ടായി. അതൊക്കെ അസ്വാഭാവികതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതൊരു വ്യക്തി അവരുടെ സ്വമനസാലയുള്ള ഒരു തീരുമാനപ്രകാരം ഒരു മരുന്ന് വാങ്ങി അങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നാടകീയതയുടെ ആവശ്യമില്ല. വീഡിയോ കോളിൽ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അനുബന്ധമായിട്ടുള്ള മെറ്റീരിയൽസ്, ഇപ്പം കോൾ റെക്കോർഡ് ആയിരിക്കണമെന്നില്ല, വാട്സപ്പ് കോളിൽ അല്ലെങ്കിൽ അങ്ങനെ ഏത് മാധ്യമം വഴിയാണോ വീഡിയോ കോളിൽ വന്നത് അതൊക്കെ കോടതി പരിശോധിച്ചിട്ടുണ്ടാകാം. എന്നിട്ട് കോടതി അവസാനം പറയുന്നത് വളരെ അദ്ദേഹത്തിന്റെ പ്രഥമദൃഷ്ടിയായി ഈ ഒരു ഒഫൻസിൽ അദ്ദേഹം ഇൻവോൾവ് ആണ് എന്നുള്ളതിന്റെ തെളിവുകൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കും, അന്വേഷണം തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമമുണ്ടാകും എന്നതൊക്കെ കരുതിയാണ് വിശദമായിട്ടുള്ള ഒരു ഉത്തരവ് പാസ്സാക്കിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ രണ്ടാമത് രജിസ്റ്റർ ചെയ്ത FIR-നെ കുറിച്ചും പ്രകടമായി ഇതിൽ പറയുന്നുണ്ട്. അതുകൂടാതെ പറയുന്നുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പക തീർക്കാൻ വേണ്ടിയുള്ളതാണ് എന്നൊരു ആരോപണം ഉയർന്നെങ്കിലും അതിനുള്ള സാധ്യത പരിശോധിക്കുകയുണ്ടായി. പക്ഷേ മെറ്റീരിയൽസ്, കോടതിയുടെ മുമ്പിലുള്ള മെറ്റീരിയൽസ് പ്രഥമദൃഷ്ടിയ ഈ ഒഫൻസിൽ അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് വ്യക്തമാക്കുന്നതാണ്, അതിന്റെ സൂചന നൽകുന്നതാണ് എന്ന് കണ്ടുകൊണ്ട് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചിരിക്കുന്നത്. ഇനി ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഈ ഉത്തരവിന്റെ ശരിതെറ്റുകളായിരിക്കും അവിടെ പരിശോധിക്കപ്പെടുന്നത്. ഇനി അതിനു മുമ്പ് അറസ്റ്റിലാകുമോ എന്നറിയില്ല.
അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ടാവും. എന്തായാലും വളരെ സാധ്യതയും പ്രതീക്ഷയും ഒക്കെ ഉയർത്തിയ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു ഒഫൻസിൽ ഇൻവോൾവ് ചെയ്യപ്പെട്ടിട്ടുള്ള വളരെ ദുരന്തപൂർണമായിട്ടുള്ള ഒരു പതനമാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ നേതാക്കന്മാർ മാതൃകയായിരിക്കേണ്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ഒഫൻസിൽ കുറ്റാരോപിതനായി അതിനു പുറകെ വീണ്ടും വീണ്ടും FIR വരികയുണ്ടായി. നിരവധി ആൾക്കാർ ഇത്തരത്തിലുള്ള ആശങ്കകളും അനുഭവങ്ങളും പബ്ലിക് സ്പേസിൽ പങ്കുവെക്കുന്ന ഒരു അവസരമുണ്ടായി. ഇതൊക്കെ ആ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒഴിവാക്കാനൊക്കാത്ത അനിവാര്യമായിട്ടുള്ള പതനത്തിലേക്കാണ് ചൂണ്ടുന്നത്. അതിന്ന് ഒരു ഉത്തരവിലൂടെ സംഭവിച്ചു എന്നത് മാത്രം. ശരി, അടുക്കരെ അഭിലാഷ്, ഞാൻ അങ്ങേക്ക് വരാം. ശ്രീമതി റിനി, ഞാൻ റിനിലേക്ക് ഒരിക്കൽ കൂടി വരും. ഒന്ന് ദയവേദി ഞങ്ങളോടൊപ്പം തുടരണം. അതിനു മുൻപ് ഞാനൊന്ന് അനൂപിലേക്ക് പോയിക്കോട്ടെ. ശ്രീ VR അനൂപ്, മാല പോലെ തിരമാല വരുന്നത് പോലെയായിരുന്നു പിന്തുണ എന്ന് പറയുന്നത്. KPCC അധ്യക്ഷൻ, മുൻ KPCC അധ്യക്ഷൻ, UDF കൺവീനർ തുടങ്ങി MM ഹസൻ തുടങ്ങി ഇങ്ങോട്ട് വലിയ തോതിൽ പരസ്യമായി തന്നെ പിന്തുണച്ചവർ ഏറെയാണ്. ഇന്നലെ KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുമ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷം മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകുന്ന സമയത്ത് ഇന്നലെ KPCC അധ്യക്ഷൻ 12 മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലില്ല എന്ന് പ്രഖ്യാപിച്ചേക്കുമോ എന്ന്, ശരിയാണ്, ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചതിലായിരിക്കും തെറ്റ്, പ്രഖ്യാപിച്ചേക്കുമോ എന്ന് വിചാരിച്ചവർ ഏറെയാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. മുൻപ് പറഞ്ഞതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിരുന്നില്ല. പാർട്ടി ഇതുവരെ സ്വീകരിച്ച നിലപാടുകളുടെ ഔന്നത്യം എടുത്തു പറയുക മാത്രമാണ് ഇന്നലെ പോലും KPCC അധ്യക്ഷൻ ചെയ്തത്. ഇന്ന് ഒരു മുൻകൂർ ജാമ്യാപേക്ഷയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറഞ്ഞാൽ ഉടൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ നിലയ്ക്ക് ഇനി പിന്തുണച്ച് പോകാൻ കഴിയില്ല എന്ന ബോധ്യം ഇന്നലെയാണ്, അല്ലെങ്കിൽ ഇന്ന് ഈ കോൺഗ്രസ് 2 അഭിപ്രായം വളരെ ശക്തമായി പ്രകടിപ്പിച്ചു തുടങ്ങിയതിന് ശേഷമാണ് അങ്ങനെ ഒരു ബുദ്ധി കോൺഗ്രസ് തലച്ചോറുകളിൽ ഉണ്ടാകുന്നത്. മതിയായോ? മധു, എനിക്ക് മതിയായ സമയം വേണം, അത് കഴിഞ്ഞ് അങ്ങേക്ക് ഇടപെടാം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ഇത്തരം പരാതികൾ പൊതുമണ്ഡലത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ നാൾവഴികൾ നമുക്ക് കുറിച്ചെടുക്കും. ആദ്യമായി അത്തരം പരാതി, പ്രത്യേകിച്ചൊരു പരാതി പേരെടുത്ത് പറയാതെ ഇവിടെ പാനലിൽ തന്നെ ഇരിക്കുന്ന ബഹുമാന്യയായ റിനി ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കപ്പെട്ട സമയത്ത് തന്നെ അതിനകത്ത് കൃത്യമായ ചില സൂചനകൾ മാത്രം വന്ന സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ വഹിച്ചിരുന്ന രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് അയാൾ ഒഴിവാക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം ചില പരാതികൾ 1-2 ദിവസത്തിനകം ചില സൂചനകൾ, ചില ന്യൂസുകൾ വന്ന സമയത്ത് തന്നെ അയാളെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്, കോൺഗ്രസ്സുകാരനായി കോൺഗ്രസ് രാഷ്ട്രീയം പറയണമെങ്കിൽ ഉള്ള അയാൾക്കുള്ള ഏറ്റവും മിനിമം യോഗ്യത എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വമാണെങ്കിൽ അതിൽ നിന്നേ ഒഴിവാക്കപ്പെടുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത്തരം പരാതിക്കാർക്ക് കൂടുതൽ പരാതിയുമായി നിയമ സംവിധാനത്തെ സമീപിക്കാനുള്ള ആത്മവിശ്വാസം നൽകിയത് കോൺഗ്രസ് പാർട്ടി എടുത്ത നടപടിയാണ്. കോൺഗ്രസ് പാർട്ടി പോലൊരു പാർട്ടി അന്ന് ഈ പറയുന്ന ഒരു പരാതി, രേഖാമൂലമുള്ള പരാതി നിലവിലില്ലാത്ത സാഹചര്യത്തിൽ നടപടിയെടുത്ത പാർട്ടിയാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ വരാം. അതിനുശേഷം സ്വാഭാവികമായി പ്രാദേശിക തലത്തിലൊക്കെ ഒത്തുചേർത്ത് ചില ഇതിലൊക്കെ രാഹുൽ പങ്കാളിയായിട്ടുണ്ട്. പക്ഷെ ഞങ്ങളത് പറഞ്ഞൊരു നിലപാടുണ്ട്. ഞങ്ങൾ പറഞ്ഞ നിലപാട് എന്ന് പറയുന്നത് ഞങ്ങളാൽ സാധ്യമായത് ഞങ്ങൾ ചെയ്യേണ്ട സംഘടനാപരമായ നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി നിലപാടെടുക്കേണ്ടത് ഇവിടുത്തെ ഭരണ സംവിധാനമാണ്. സംഘടനാപരമായ നിലപാടാണോ? ഇപ്പൊ എടുത്ത സംഘടനാപരമായ നിലപാടാണോ? നിങ്ങൾക്ക് ഇനി സംഘടനാപരമായി ഒന്നും ചെയ്യാനില്ല എന്നായിരുന്നല്ലോ ഇന്നലെ വരെ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ എടുത്ത എന്ത് നിലപാടാ? ഞാനതിലേക്ക് വരാം. താങ്കൾ എനിക്ക് മതിയായ സമയം തരണം. ഞാനത് എനിക്ക് ആ അർത്ഥത്തിൽ നിന്ന് പറഞ്ഞ് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോ ഞങ്ങൾ പറഞ്ഞത് ഇനി ഞങ്ങൾ സാധ്യമായത് ആ സന്ദർഭത്തിൽ ഞങ്ങൾ സാധ്യമായ സംഘടനാപരമായ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ആക്ട് ചെയ്യേണ്ടത് ഇവിടുത്തെ പോലീസാണ്, നിയമ സംവിധാനമാണ്. ആ ഘട്ടത്തിൽ അതിനെ ഞങ്ങൾ പ്രതിരോധിക്കില്ല, അതിന് ഞങ്ങൾ തടസ്സപ്പെടുന്നില്ല. ഞങ്ങൾ കൂടുതൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ ഇവിടെ മാധവ് ഉൾപ്പെടെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നടത്തുന്ന വിമർശനങ്ങളെ ഞങ്ങൾ ഉൾക്കൊള്ളും. പക്ഷെ ഇവിടെ പറയുന്ന CPM-ന്റെ അരുൺകുമാർ പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തോട് ഒരേ ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. P ശശിക്കെതിരെ പറഞ്ഞ പരാതിക്കാരികൾ ഇപ്പൊ എവിടെയാണ്? അവർ പൊതുമണ്ഡലത്തിലുണ്ടോ? PK ശശിക്കെതിരെ പറഞ്ഞ പരാതിക്കാരികൾ എവിടെയാണ്? അവർ പൊതുമണ്ഡലത്തിലുണ്ടോ? പക്ഷെ P ശശിയും PK ശശിയും ഇപ്പൊ പൊതുമണ്ഡലത്തിലുണ്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞ ഞങ്ങളുടെ പാർട്ടിയടക്കം പരാതി പറഞ്ഞ ആളുകൾ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ആ രാഷ്ട്രീയ ഉത്തരവാദിത്തം തന്നെ ഉണ്ടെന്നേ. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഇല്ല. അതാണ് ഞങ്ങളും നിങ്ങളും തമ്മിൽ വ്യത്യാസം. അല്ലെ, ഇത് നോക്കൂ അനൂപ്, നിങ്ങൾക്ക് CPM-മായി കമ്പയർ ചെയ്യുക. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിലും അടുത്തത് CPM-മായുള്ള ഒരു കമ്പാരിസൺ എന്ന നിലയ്ക്കാണ് ഇന്ന് വരെ നിങ്ങളുടെ എല്ലാ നേതാക്കളും പ്രതികരിച്ചു പോന്നിരുന്നത്.
പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ശരി, ഇത് നോക്കൂ, ഈ പറയുന്നത് പോലെ ഏതെങ്കിലും മുൻപുണ്ടായ സ്ത്രീകൾക്കെതിരായ അതിക്രമവുമായി താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് യാതൊരു അതിക്രമങ്ങളും അധിക്ഷേപങ്ങളും ഒരു താരതമ്യത്തിനും നിൽക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ആ തരത്തിൽ ഒരു തീവ്രതയും ആരും അളക്കാനും പാടില്ലാത്തതാണ്. അതൊക്കെ കൃത്യമാണ്. പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു അഴിമതി ചെയ്താൽ അന്തസ്സോടെ ആ വിഷയം ചർച്ച ചെയ്യാം. ഇന്ന് ഈ പാനലിലിരിക്കുന്ന ഒരാളോട് ഞാൻ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ പറഞ്ഞപ്പോൾ നാണക്കേടാണ് ഞങ്ങൾക്കെന്നാണ് പറഞ്ഞത്. ഒരു അഴിമതി ചെയ്താൽ രാഷ്ട്രീയത്തിൽ അന്തസ്സായ ആ വിഷയം ചർച്ച ചെയ്യാം. നിങ്ങൾ ഇതിനു മുൻപ് ചർച്ച ചെയ്ത എന്താണ് കേരളത്തിലെ കുറിച്ച്? സോളാർ കേസ്. ഇപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളെ കൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ്, ഗർഭചിത്രം, ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, ബലാത്സംഗം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് രാഷ്ട്രീയം ചെയ്തൂടെ? നിങ്ങൾക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്തൂടെ കേരളത്തെ കൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ അനൂപിലേക്ക് വരാം. റിനി മിനിറ്റുകൾ മാത്രമേ നമ്മളോടൊപ്പമുള്ളൂ, അതുകൊണ്ട് റിനിയിലേക്ക് ഒന്നുകൂടി പോട്ടെ. റിനി, രണ്ടാമത്തെ പരാതി അത് വായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എത്ര മനുഷ്യത്വരഹിതമായിട്ടാണ്. ഇപ്പൊ നോക്കൂ, യാതൊരു പ്രതിരോധവും മുന്നോട്ട് വെക്കാൻ കഴിയാതെ വീട്ടുകാരടക്കം അറിഞ്ഞ അനുവാദം നൽകിയ ഒരു ബന്ധത്തിൽ ആ സുഹൃത്തിനെ കാണാൻ സമ്മതിച്ചെന്നൊരു കാര്യം മാത്രം ചെയ്തൊരു പെൺകുട്ടിയോട്, 10-23 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ചെയ്ത ക്രൂരതകളുടെ കണക്കാണ് പറയുന്നത്. മനുഷ്യൻ എന്ന നിലയ്ക്ക് പോലും നിലനിൽക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നേതാവായി തുടരാൻ കഴിയുക? തീർച്ചയായിട്ടും ഞാൻ ആ രണ്ടാമത്തെ പെൺകുട്ടിയുടെ അതിജീവിതയുടെ പരാതി വായിച്ചിരുന്നു. ആ പരാതി എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതും അവിശ്വസനീയവുമായ ഒരു പരാതി എന്ന് പറയാം. അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും ക്രൈം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തി പൊതുമണ്ഡലത്തിൽ ഒരു വിധത്തിലും പ്രവർത്തിക്കാനോ ഒരു യോഗ്യനല്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് ആ ഒരു ഇത് വായിക്കുമ്പോൾ, ആ ഒരു പരാതി വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അതായത് 23 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ് ഇപ്പോൾ ആ പരാതി അയച്ചിരിക്കുന്നത്. 2 വർഷം മുമ്പാണ് ഇത് നടന്നത് എന്ന് പറയുന്നു. അപ്പോൾ 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് അതിൽ പോലും ചില ആളുകൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ആ കുട്ടി എന്തിനു പോയി, എന്തിന്, വളരെ മോശമായ ലാംഗ്വേജിലൊക്കെ ആളുകൾ പറയുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എന്തുമാത്രം ഇതൊക്കെ ചിന്തിക്കുമെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. തീർച്ചയായിട്ടും വിവാഹം കഴിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ അതിന് മുമ്പായി നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കണം, സ്വകാര്യമായി ഇരുന്ന് സംസാരിക്കണം എന്ന്, അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ സംസാരിക്കണം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും ഒരു വലിയ പൊതുപ്രവർത്തകനാകുമ്പോൾ അദ്ദേഹത്തിന് വളരെ പബ്ലിക് പ്ലേസിൽ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റില്ല, കുറച്ച് പ്രൈവറ്റായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അത് വിശ്വസിച്ച് ഒരു പൊതുപ്രവർത്തകനാണ്, അതുകൊണ്ട് അത്തരത്തിലൊരു മോശം പ്രവൃത്തിയൊന്നും ഉണ്ടാവില്ല, എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്, അതുമാത്രമല്ല ഫാമിലി ആയിട്ട് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നതുമാണ്. അപ്പോൾ ആ കുട്ടി സ്വാഭാവികമായിട്ടും ആ കുട്ടി അത് വിശ്വസിച്ച് പോയി ആ മുറിയിലെത്തുമ്പോൾ ആ പെൺകുട്ടിയെ കടന്നാക്രമിച്ചു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. അതായത് അപ്പോൾ തനിക്ക് താല്പര്യമില്ല, താൻ അതിന് ഓക്കെ അല്ല എന്ന് പറയുമ്പോൾ പോലും ഇതൊക്കെ സാധാരണമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് കടന്നു കയറി എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ പല ലൈംഗിക പരാതികളും നമ്മുടെ മുന്നിലുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആയാലും പലതും. പക്ഷേ സമാനതകളില്ലാത്ത, നമുക്ക് സമാനമായി കാണാൻ കഴിയാത്ത അത്രയും ക്രൂരതയാണ് ഈ വ്യക്തിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതായത് ഇത് കേവലം ഒരു പെൺകുട്ടി നേരിടുന്ന പ്രശ്നമോ 1-2 പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നമല്ല. പല പെൺകുട്ടികളും ഈ രീതിയിൽ അതിക്രമത്തിനും ഈ നിലയിലുള്ള മാനിപ്പുലേഷനിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട്, വീണ് പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഇതൊരു സമാനതകളില്ലാത്ത ക്രൂരതയാണ്. സമൂഹത്തിൽ നിലനിൽക്കാൻ ആ വ്യക്തി ഒരു വിധത്തിലും അർഹിക്കുന്നില്ല. എന്നിട്ട് പോലും ഇതിൻ്റെ കാര്യങ്ങൾ പലരും അറിഞ്ഞിട്ട് പോലും ഇയാളെ കൂടുതൽ വലിയ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളൊരു വലിയൊരു തെറ്റുകൂടി അവിടെ സംഭവിച്ചിട്ടുണ്ട്. ശരി, വളരെയധികം നന്ദി റിനി ഞങ്ങളോട് സംസാരിച്ചതിന്. ഒരിടവേള, തിരിച്ചു വരാം അതിഥികളിലേക്ക്. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. അടുക്കൽ കെ നിൽക്കുമാർ, ഇന്നലെ ഇപ്പോൾ ഷഹനാസ് പറഞ്ഞ കാര്യം, ഈ കമ്മിറ്റിയോട് അതിന്റെ അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിനോട് മുൻകൂട്ടി തനിക്കുണ്ടായ ദുരനുഭവവും മറ്റുള്ളവർക്കുണ്ടാകുന്ന ദുരനുഭവങ്ങളും ഈ ചെറുപ്പക്കാരനെ നേതൃപദവിയിലേക്ക് കൊണ്ടുവന്നാൽ പിന്നീടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെയും കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. കോൺഗ്രസിന് മുന്നിൽ ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് KPCC അധ്യക്ഷനടക്കം പറഞ്ഞിരുന്നത്. കോൺഗ്രസിന് മുന്നിൽ പരാതിയില്ല എന്ന് KPCC അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടാണ് ഞാൻ ഈ പരാതി നൽകിയത് എന്നാണ് ഈ രണ്ടാമത്തെ പരാതി കൊടുത്ത പെൺകുട്ടി പറയുന്നത്. പരാതി ഇല്ലാഴികയല്ല, പരാതി പൂഴ്ത്തിവെക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. അല്ല, യഥാർത്ഥ പ്രശ്നം എന്താണ്? ഏതെങ്കിലും ഒരു നേതാവ് തൻ്റെ ഇടത്തോടു കൂടി ഇക്കാര്യത്തിൽ നിലപാടെടുത്താൽ അവരെ ആക്രമിക്കുന്ന ഒരു സംഘമാണ്
ഷാഫി പറമ്പിൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയത്. അതിനവർ പണമുണ്ടാക്കിയിട്ടുണ്ട്, അതിന് സംഘത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ബഹുമാനപ്പെട്ട MLA സസ്പെൻഡ് ചെയ്തു. ബഹുമാനപ്പെട്ട എന്ന് ഞാൻ പറയുന്നത് ബഹുമാനം ഉണ്ടായിട്ടല്ല, പക്ഷെ ഗതികേട് കൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളാണ്. ഇയാൾ ഇതാണ് എന്ന് ഞങ്ങൾ പാലക്കാട്ട് പോയി പറഞ്ഞതാണ്. കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ യൂത്ത് കോൺഗ്രസ്സിന് തന്നെ കൂടെ ഇരുന്നവരെ പരാജയപ്പെടുത്താൻ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി. ഇത് കൂടെ ഇരിക്കുന്ന കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി. കോടതി ഇത് റദ്ദാക്കി. 2 പാലക്കാട് പെട്ടി കണ്ടല്ലോ, ആ പെട്ടിക്കൊണ്ട് ഓടുന്നു കണ്ടല്ലോ. ഇപ്പം ഈ ഇദ്ദേഹം ഒളിവിൽ പോയത് ഏത് ഓപ്പറേഷനാണ്? അന്ന് പെട്ടിയും കൊണ്ട് പോയതും ഇതേ ഓപ്പറേഷനാണ്. 1 കിലോമീറ്ററിനകത്ത് 3 കാറെ മാറി കയറി. CCTV ഇല്ലാടത്ത് പോയി 3ാമത്തെ കാറെ കയറി. ഇതെല്ലാം ക്രിമിനൽ ബുദ്ധിയാണ്. അങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളെ നിയമസഭയിലേക്ക് കൊണ്ടുവരുന്ന ആരാ? യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ്. അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തോ? കോൺഗ്രസ് കൊടുത്തു. അതിനർത്ഥം എന്താണ്? സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു MLA നിങ്ങൾ ധൈര്യമായി കൂട്ടിക്കൊണ്ടു പോയാൽ നിങ്ങൾക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലല്ലേ മുനിസിപ്പാലിറ്റി സീറ്റ് കിട്ടും. അദ്ദേഹം അവിടെ മത്സരിക്കല്ലേ. ഇനി ഈ 2ാമത്തെ പരാതിയിലെ കാർ ഓടിച്ച ആളാരാ? ഫെനി. അദ്ദേഹമാണല്ലോ പെട്ടിക്കൊണ്ട് പോകുന്നത്, നീലപ്പെട്ടിക്കാരൻ. ആ നീലപ്പെട്ടിക്കാരൻ കാർ ഓടിച്ച ആളാണ് എന്ന കാര്യത്തിൽ കേസ് വന്നിരിക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹം ആരാണ്? ഇപ്പതാ അവിടെ മത്സരിക്കുകയാണ്. അപ്പോൾ ഷാഫി പറമ്പിൽ വിചാരിച്ചാൽ സീറ്റ് കൊടുക്കാനാകും. ഷാഫി പറമ്പിലാണ് തീരുമാനിക്കുന്നത്. ഷാഫി പറമ്പിലാണ് ഇദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കുന്നത്. അത് ചെയ്യരുതെന്ന് കേണപേക്ഷിക്കുകയാണ് ഷഹനാസ് ചെയ്തത്. അത് സ്ത്രീകളെ ഓർത്തിട്ടാണ്. ഞാൻ സത്യത്തിൽ ഇന്നലെ വളരെ 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 അത്ഭുതത്തോടു കൂടിയാണ് ഷഹനാസിൻ്റെ ആ വാക്കുകൾ കേട്ടത്. അവരുടെ എഴുത്തുകാരി, സ്ത്രീപക്ഷ എഴുത്തുകാരി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്കളിക്ക് അതിൽ ചേർന്ന സ്ത്രീയല്ല അവർ. അതാണ് അവരോടുള്ള എനിക്ക് ആദരവ്. ഒരു സ്ഥാനം കിട്ടാൻ അങ്ങനൊന്നുമല്ല, ഒരു പ്രത്യയശാസ്ത്ര ദാർഢ്യം അതിൽ കണ്ടു. കർഷക സമരത്തിന് പോവുക. എത്ര യൂത്ത് കോൺഗ്രസ്സുകാർ പോയില്ല. ഇവരൊരു വനിത കർഷക സമരത്തിന് പോകാൻ തീരുമാനിച്ചു. അതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ അവർ റിയൽ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റാണ്. അത്തരക്കാർ കോൺഗ്രസ് പാർട്ടിയിൽ കുറവാണെന്നാണ് എൻ്റെ വാദം. എന്നെ എതിർക്കുന്നവരുണ്ടാവാം. അങ്ങനൊരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഒരു കുട്ടിയുടെ അമ്മ കൂടിയായ ആ അമ്മയെന്ന് പറഞ്ഞാൽ അധികം പ്രായമില്ല, പക്ഷേ കുട്ടിയുടെ അമ്മയാണ്. അവർ തന്നെ അത് പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടും അവരോട് നമുക്കൊന്നുകൂടി പോകാമെന്ന് പറയുമ്പോൾ എന്തിന്? നമുക്ക് ഒറ്റയ്ക്ക് പോകാം, 2 കൂടെ. എന്തൊരു കർഷക സമരം പോലെ ഈ ഇന്ത്യ കണ്ട ഏറ്റവും പൊളിറ്റിക്കൽ മുന്നേറ്റം, മഹാത്മാഗാന്ധിയുടെ ചമ്പാരന് ശേഷം നമ്മുടെ രാജ്യം കണ്ട പൊളിറ്റിക്കൽ മുന്നേറ്റത്തോട് ഈ പറയുന്ന ലൈംഗിക വൈകൃതങ്ങളുള്ള ഒരു MLA യൂത്ത് കോൺഗ്രസിൻ്റെ മാത്രമല്ല ഭാവിയിലെ ഉമ്മൻചാണ്ടി, ഭാവിയിലെ ആരാണ് ഇവരൊക്കെ? ഈ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടമൊക്കെ ഇവരെ എങ്ങനെയാണ് വാഴ്ത്തിപ്പാടിയത്? ഉമ്മൻചാണ്ടിയേക്കാൾ മുകളിൽ. അങ്ങനെയൊക്കെയുള്ള വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് അവതരിപ്പിച്ച വ്യക്തി ഒരു കർഷക പ്രക്ഷോഭത്തിൻ്റെ ആ ജെനുവിൻ കർഷക പ്രക്ഷോഭത്തെ അതിൻ്റെ വേളയെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്? ഞെട്ടിപ്പോയി. അവരുടെ ആ പക്വതയാർന്ന പ്രകടനം. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ അത്തരം ആളുകൾ ഉണ്ട് എന്നുള്ളത് എൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരൊക്കെ പുറത്തേക്ക് വന്നു. കേക്കച്ചൻ, എങ്ങനെ കേക്കച്ചൻ എന്നൊരു പേര് പ്രതിപക്ഷ നേതാവിന് കിട്ടിയത്? ഇത് AI ആണ്. അതാണ് ആര് പറയുന്നത്? അടൂർ പ്രകാശാണ് പറയുന്നത്. UDF കൺവീനറാണ് പറയുന്നത് ഇത് AI ആണ്. കെ സുധാകരൻ പറയും, ഞാൻ ആ കുട്ടിയെ വിളിച്ച് ചോദിച്ചു, ഏതാണ് കുട്ടി? ഇതെല്ലാം ചെയ്യുന്നയാളാണ് കുട്ടി. എടാ, ഇത് നിൻ്റെ ശബ്ദമാണോ എന്ന് ചോദിക്കാൻ MP നേരം കിട്ടിയോ? കോൺഗ്രസ്സിലെ ഒരൊറ്റയാൾ, മിസ്റ്റർ രാഹുൽ, ഇത് നിങ്ങളുടെ ശബ്ദമാണോ അല്ലയോ? അന്ന് ഉത്തരം കിട്ടുമായിരുന്നു കോൺഗ്രസ്സിന്, അന്ന് തെളിച്ചം കിട്ടുമായിരുന്നു കോൺഗ്രസ്സിന്, അന്ന് കോൺഗ്രസ് നിലപാടെടുക്കണമായിരുന്നു. ആ ശബ്ദം പുറത്തു വന്നപ്പോൾ പെൺകുട്ടി ആരുമായിക്കോട്ടെ, ഞങ്ങളുടെ ഒരു MLA ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞാൽ നീ എന്തിന് ഇതിന് പോയി, അല്ലെങ്കിൽ നീ എന്താണ് ഇതിന് കാണിച്ചത്, നീ മാറി നിൽക്കൂ എന്ന് പറഞ്ഞാലോ? അതിന് പകരം സ്വന്തം കുഴി തോണ്ടുന്ന വിധം വെല്ലുവിളിക്കുകയാണ്, കൂടെ നിൽക്കുന്നവരെ ഉപയോഗിച്ച് ആക്രമിക്കുകയാണ്. അത് കോൺഗ്രസ്സിന് താങ്ങാനായില്ല. അങ്ങനെ തകർന്നടിഞ്ഞ ഒരു കോൺഗ്രസിനകത്ത് വേദനിക്കപ്പെട്ട ഒരു സമൂഹമുണ്ട്, വനിതകളുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ സന്തുഷ്ടരായിട്ടുള്ളത്. ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, രാഷ്ട്രീയം ഇതിനുള്ളതല്ല. ഇപ്പം ഞാൻ ഒരു വാക്കൂടെ മാധു എന്നെ പറയാൻ അനുവദിക്കുക. ഈ തീവ്രത എന്നൊരു വാക്കുണ്ട്, അത് ഞങ്ങളുടെ പാർട്ടിയുടെ തലയിലേക്ക് ഇങ്ങനെ വെച്ച് കിട്ടുന്നുണ്ട്.
സത്യം എന്താണ്? ഞങ്ങളുടെ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് കുറ്റകൃത്യത്തിൻ്റെ തീവ്രത എന്ന് പറയുന്നത് പാർട്ടിയുടെ ഭരണഘടനയുടെ 19-ാം വകുപ്പിൽ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കുമ്പോൾ കുറ്റകൃത്യത്തിൻ്റെ ഗുരുത്വവും ലഘുത്വവും നോക്കണം. അത് പാർട്ടി ഭരണഘടനയാണ് പറയുന്നത്, അല്ലാണ്ട് ഉണ്ടായ സംഭവത്തെക്കുറിച്ചല്ല. ഇവിടുത്തെ ആളുകൾ പറയുന്നത് പീഡനത്തിൻ്റെ തീവ്രത തെറ്റായ ധാരണയാണ്. ഞാൻ ഒരു തവണയെങ്കിലും പാർട്ടിക്ക് വേണ്ടി തിരുത്താം. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് സെൻഷർ ചെയ്യും, ഒരു താക്കീത് കൊടുക്കും, ശാസിക്കും, പരസ്യമായി ശാസിക്കും, പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കും. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് 6 മാസത്തിൽ കുറയാത്ത കാലത്തിലേക്ക് അല്ലെങ്കിൽ 1 കൊല്ലത്തിൽ കുറയാത്ത കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യും, പുറത്താക്കും. ഇത് ചെയ്യുന്ന കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം അനുസരിച്ചിട്ടാണ്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ മുന്നിൽ വന്ന ഒരു പരാതിയിലും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഈ പാർട്ടിക്കകത്ത് ഏതൊരു വ്യക്തിക്കും ഏതറ്റം വരെയും പോകാം. ഇതൊന്നും സംസ്ഥാന കമ്മിറ്റിയുടെ കയ്യിലുമല്ല. ഈ ഒരു സാഹചര്യത്തിൽ ആ കാര്യം പറഞ്ഞുള്ളത് അതിനുശേഷവും പിന്നീടും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ജെയിംസ് ജോസഫിന്റെ ഭാഗത്ത് നിന്ന് പാർട്ടിക്ക് കോടതിയും ഒക്കെ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്ന് വലിയ അതിലേക്ക് ഇനി പോവേണ്ടതില്ല. അന്ന് വലിയ വിമർശന വിധേയമായിരുന്നു. ഇപ്പോൾ പാർട്ടി ഒരു കാര്യം പരിഗണിക്കുന്നത് പോലെയല്ല നിയമ സംവിധാനം ഒരു കാര്യം പരിഗണിക്കുന്നത് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും ഒരു ജനാധിപത്യ സമൂഹത്തിൽ അത്തരം ചർച്ചകൾ ഉണ്ടാകും, വിമർശനങ്ങളും ഉണ്ടാകും. അതവിടെ നിൽക്കട്ടെ, ഞാൻ വരാം. ശ്രീ M.R. അഭിലാഷ്, ഇപ്പോൾ ശരി, കോടതി ഇത് പരിഗണിക്കുന്നു, കോടതി ഇത്ര രൂക്ഷമായ പരാമർശങ്ങൾ നടത്തുന്നു, കോടതി ജാമ്യം നൽകുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ ശരി. പക്ഷെ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ചോദിച്ചതുപോലെ, നമ്മൾ ഇതിനു മുൻപ് പലതവണ ചോദിച്ചതുപോലെ, ഒരു MLA-ക്ക് ഈ പുറത്തു വന്ന മുഴുവൻ തെളിവുകളും അല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങളും എന്നതിരിക്കട്ടെ, തെളിവുകൾ എന്നത് ഞാൻ മാറ്റി നിൽക്കുന്നു, എന്റേതല്ല എന്നൊരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ സംഘടന അദ്ദേഹത്തോട് ചോദിച്ചിട്ടില്ല ഔദ്യോഗികമായി. അതിന് മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പൊതുപ്രവർത്തകനാണ്, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ യുവജനങ്ങൾക്ക് മാതൃകയാകണം എന്നുള്ളതാണ് സങ്കല്പം എന്നിരിക്കെ ഇത്തരം കാര്യങ്ങൾ മുഴുവനും പുറത്തു വന്നിട്ട് ഇത് എന്റേതല്ല എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം പോലും ഇല്ലാത്ത പ്രിവിലേജ് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്? മധു, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം പ്രതീക്ഷയോടുകൂടി വളർന്നു വന്നു, പാർട്ടി പ്രൊമോട്ട് ചെയ്തു, ജനങ്ങൾ തിരഞ്ഞെടുത്തു, മറ്റു തൊഴിലുകളൊന്നുമില്ല, രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന്റെ തൊഴിലായി കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയം തൊഴിലാക്കിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരന്റെ വിയർപ്പിൽ നിന്നാണ് സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നതും സ്വന്തം പുഷ്ടി നിലനിർത്തുന്നതും. അങ്ങനെ ഒരു വ്യക്തി, ഒരു പൊതുജന സേവകനായിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് ഇത്രയധികം അലിഗേഷൻസ് ഉയർന്നു വരിക, ഇപ്പോ വിചാരണ കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് അന്വേഷണത്തിനെ തടസ്സം വരുത്താൻ വരെയും പ്രാപ്തിയുള്ള ആളെന്നുള്ള ഒരു ഫൈൻഡിംഗ് ഉണ്ട് ഇവിടെ. അതും കൂടെ കണക്കിലെടുത്തിട്ടാണ് ആന്റിസിപ്പേറ്ററി ബെയിൽ നിഷേധിച്ചിരിക്കുന്നത്. ഇത്ര പ്രബലനായ ഒരു വ്യക്തിക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പലതരത്തിലുള്ള പരാതികൾ വരികയുണ്ടായി. സംഘടനയ്ക്ക് ഉള്ളിലുള്ളവർക്ക് തന്നെ അറിയാം ഇദ്ദേഹത്തിനെതിരെ എത്ര ഗുരുതരമായി, എത്ര നിരന്തരമായിട്ട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നുള്ളത്. ഇവരൊക്കെ തന്നെ, നേതാക്കളൊക്കെ തന്നെ, പ്രബലരായിട്ടുള്ള നേതാക്കൾ സംരക്ഷണ കവചം ഒരുക്കി നിർത്തുകയായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അതിനെന്താ ഒരു ബ്രേക്കിംഗ്, ഒരു പോയിന്റ് ഓഫ് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവുമല്ലോ, ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു ലെവലിലേക്ക് ഇത് ഈ ആരോപണങ്ങളുടെ തീവ്രത വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ജനസമക്ഷത്ത് വരുന്നു. അത് പെട്ടെന്ന് ഒരു ദിവസം പൊങ്ങി വന്നതല്ല. നിരന്തരമായിട്ട് ജനങ്ങൾ പലരും, നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഒക്കെ തന്നെ അവസാനം പുറത്തു വരികയാണ് ഉണ്ടായത്. എന്നിട്ടും അദ്ദേഹത്തിനെ MLA എന്നുള്ള പദവി രാജിവെപ്പിക്കാൻ ഒരു പാർട്ടിക്കും കഴിയില്ല. കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. പക്ഷെ പാർട്ടിക്ക് അദ്ദേഹത്തെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും പുറത്താക്കാൻ കഴിയും. MLA ആയിട്ട് തുടരുന്നു. ഏതൊരു കുറ്റാരോപിതനും പോലീസിന്റെ പിടിയിൽപ്പെടാതെ മാറി നിന്നുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുവാനുള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ കരുതാൻ കഴിയും. ഇവിടെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം MLA ആയിട്ട് കൂടി നാളുകളോളം ഒരു കുറ്റവാളിയെ പോലെ ഒളിഞ്ഞു നിന്നുകൊണ്ട്, MLA അത്ര കൺവിക്ഷൻ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിയുമായിരുന്നു. നിയമ നടപടി എന്തായാലും അദ്ദേഹത്തിന് ഫേസ് ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നിട്ട് സ്വന്തം സൈബർ വൃന്ദങ്ങളെ അഴിച്ചുവിട്ടുകൊണ്ട് ഇത്തരത്തിൽ പരാതിക്കാരിക്കെതിരെ, അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ സംസാരിച്ച വളരെ പ്രബലരായിട്ടുള്ള ബഹുമാനം ആർജിക്കുന്ന നേതാക്കൾക്കെതിരെ ഒക്കെ തന്നെ ഇത്തരത്തിൽ സൈബർ അധിക്ഷേപവും വേട്ടയും ഡെഫമേറ്ററി സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ നടത്തി അവസാനം കോടതി ഇത് പരിഗണിച്ച് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിക്കുന്ന ഒരു അവസരം
അത് നിരസിക്കുമെന്ന് ഉറപ്പാകുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ തലത്തിലേക്ക് പോയപ്പോൾ പൊതുജനങ്ങളുടെ പ്രതിഷേധവും കണക്കിലെടുത്ത് അവസാനം പാർട്ടിക്ക് അദ്ദേഹത്തിനെ എക്സ്പെൽ ചെയ്യേണ്ടി വരുന്നു. ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ഒന്നും തന്നെ പോകാതെ തന്നെ ഒരു നേതാവിനെ നിലയ്ക്ക് നിർത്തേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം ഇത് വ്യാപകമല്ലേ മധു? ഒരാളൊന്നും അല്ലല്ലോ. നിരന്തരമായിട്ടൊരു സംഘടനയിൽ, ഒരു രാഷ്ട്രീയ സംഘടനയിൽ നിരന്തരമായിട്ട് ഇത്തരം പരാതികൾ ഉയർന്നു വരുന്നു. അവരൊക്കെ കണ്ണടച്ച് സംരക്ഷണ കവചം തീർക്കുന്ന ഒരു അവസരത്തിലാണ് ഇത് പബ്ലിക് സ്പേസിലേക്ക് ഇത് വരികയുണ്ടായത്. നേരത്തെ അഭിനേത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടും അദ്ദേഹത്തിനെ സംരക്ഷിക്കുവാൻ ആൾക്കാരുണ്ടായിരുന്നു. ഷേക്സ്പീരിയൻ നാടകങ്ങളിൽ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്ന ഒരു സങ്കല്പന ഉണ്ട്. അതായത് ഇപ്പോൾ മാക്ബത്ത് വലിയ അംബീഷ്യസ് ആയിരുന്നു. ഒരു ധാർമ്മികതയ്ക്ക് അതീതമായിട്ടുള്ള തീവ്രമായിട്ടുള്ള അംബീഷ്യസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ കണ്ടക്റ്റാണ് അദ്ദേഹത്തിന്റെ പതനത്തിലേക്ക് നയിച്ചത്. അതുപോലെ തന്നെ ഒഥല്ലോ വലിയ സംശയാലുവും അസൂയാലുമായിരുന്നു. അങ്ങനെ ഷേക്സ്പീരിയൻ നാടകങ്ങളിലെ നായകന്മാരുടെയൊക്കെ പതനത്തിലേക്ക് നയിക്കുന്ന അവരുടെ ഒരു ദുരന്ത ഹേതുവാണ്. ഇത്രയധികം പ്രതീക്ഷകൾ ഉയർത്തിയ വാഗ്മിയായി എല്ലാവർക്കും ഇഷ്ടം തോന്നിയിട്ടുള്ള, ഇത്ര സ്വീകാര്യത ആർജിച്ചെടുത്ത ഒരു നേതാവ് ഇതുപോലൊരു ക്രിമിനൽ പെർവേർഷന്റെ ഇരയായി നിരന്തരമായിട്ട് ജനങ്ങളുടെ സമാധാനം കെടുത്തി അവർക്കെതിരെ ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നൊരു ആരോപണത്തോടുകൂടി അവസാനം ഒരു മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന ഒരവസരത്തിൽ പുറത്തേക്ക് പോകേണ്ടി വരുന്നത് തികച്ചും ഒരു രാഷ്ട്രീയമായിട്ട് ഇത്രയും നാൾ ഇയാൾ ഇവിടെ നിലനിന്നിരുന്നു, ഇയാൾക്കെതിരെയുള്ള പരാതികൾ കേൾക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിന്റെ തന്നെ, നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു പരാജയമാണ് ഇയാൾ എങ്ങനെ വളർന്നു വന്നു എന്നതിനെ ആ പാതയൊന്നു പോലും പരിശോധിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത്. എനിവേയ്സ്, അദ്ദേഹത്തിന് ഇപ്പം ഹൈക്കോടതിയിലേക്ക് പോകുവാൻ കഴിയും. അദ്ദേഹത്തിന്റെ ആപ്ലിക്കേഷൻ അറസ്റ്റിലായില്ല എന്നുണ്ടെങ്കിൽ അപ്പീൽ ഹർജി ഹൈക്കോടതിക്ക് പരിഗണിക്കാൻ കഴിയും. കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല, അദ്ദേഹത്തിനെതിരെ വളരെ ഗൗരവകരമായിട്ടുള്ള എവിഡൻസ് റെക്കോർഡിലുണ്ട് എന്നത് കണ്ടെത്തിയാണ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കോടതി നിരസിച്ചിരിക്കുന്നത്. ഇതൊരു മാതൃകയും ഇതൊരു ഉദാഹരണവും നാളേക്ക് ഇതൊരു വാർണിംഗുമാണ്. കാരണം പൊതുജീവിതത്തിൽ രാഷ്ട്രീയം ഉപജീവന മാർഗമാക്കി എടുത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങളുടെ മുമ്പിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുവാൻ അവർക്കതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇദ്ദേഹത്തിന്റെ സമീപനം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എന്തൊരു ധിക്കാരമായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരഭാഷ. അപ്പൊ ഇത്തരത്തിൽ തന്നോട് ചോദ്യം ചോദിക്കാൻ, അല്ലെങ്കിൽ ഈ ആരോപണങ്ങളെ കുറിച്ച് ചോദിക്കുന്നവരോട് വരെയും പരിഹാസം നിറഞ്ഞ, കുറ്റം നിറഞ്ഞ, ധിക്കാരം നിറഞ്ഞ മറുപടിയോടുകൂടി അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പുറകിൽ ഒരു ആർമിയുണ്ട്, ഒരു സേനയുണ്ട് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടുകൂടിയാണ്. വൈകിയ വേളയിലെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, വലിയ പ്രബലരായിട്ടുള്ള നേതാക്കന്മാർക്ക് പുറകോട്ട് മാറി വന്ന് ഇദ്ദേഹത്തിന് സംരക്ഷണ കവചം തകർന്നു പോകേണ്ടി വരുന്നതിൽ അവർക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എനിവേയ്സ്, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഇനി ആർക്കും ഇത്തരത്തിലുള്ള ദുരന്താനുഭവം രാഷ്ട്രീയക്കാരിൽ നിന്നുണ്ടാകാതെ ഇരിക്കട്ടെ. തീർച്ചയായും ആ ഗ്രൂപ്പിന്റെ, ആ ഗ്യാങ്ങിന്റെ തിണ്ണമെടുക്കും മസിൽ പവറും ഒക്കെ ഇന്നലെയും അതിന് മാധ്യമപ്രവർത്തകർക്ക് ഇരയാകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല പാലക്കാട്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തെ തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് അത്രമേൽ അസഹിഷ്ണുത കാണിക്കുന്ന ഒരു ഗ്രൂപ്പിനെ, ഒരു കയ്യാങ്കളിക്ക് പോലും മുതിരുന്ന തരത്തിലുള്ള ഗുണ്ടാ ഗ്രൂപ്പിനെ ഇന്നലെ അവിടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അതായത് ഇന്നലെയാണെന്ന് ഓർക്കണം. മുൻകൂർ ജാമ്യ ഹർജിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിച്ചതിന് ശേഷം ഏത് നിമിഷം വേണമെങ്കിലും അറസ്റ്റ് ഉണ്ടാകാം എന്നതുപോലും പരിഗണനയിലിരിക്കുന്ന സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ക്രിമിനൽ പ്രവർത്തനം നടത്താൻ തയ്യാറാകുന്ന ഒരു സംഘത്തെ അവിടെ വളർത്തിയെടുത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് അത്ഭുതത്തോടു കൂടി അല്ലാതെ നോക്കിക്കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അത്ഭുതമാണ്, സത്യമായും അത്ഭുതമാണ് അങ്ങ് പറഞ്ഞതുപോലെ. ശ്രീ വി ആർ അനൂപ്, ഇപ്പോൾ നോക്കൂ, വി ഡി സതീശൻ, ചില ഗ്രൂപ്പുകളിൽ നിന്ന് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് നേരെ ഉയർന്ന അധിക്ഷേപം എത്രയാണ് എന്നതറിയില്ല. ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞു പരാതി ഉണ്ടായിരുന്നില്ല എന്ന്. വി ഡി സതീശൻ ഇതുപോലെ ഒരു ദിവസം ഞാൻ വാർത്ത വായിക്കുന്ന സമയത്ത് വി ഡി സതീശൻ റിനി ആൻ ജോർജിന്റെ പരാതി വന്ന സമയത്ത് പറയുകയാണ്, എനിക്ക് മകളെ പോലൊരു പെൺകുട്ടിയാണ്, ഒരു അച്ഛൻ എന്ത് ചെയ്യണോ അത് ഞാൻ ചെയ്തു, അടിച്ച് കരണം പുകച്ചോ എന്നുള്ളത് അറിയില്ല എന്നുള്ളത് സത്യമായും അറിയില്ല. പക്ഷെ പരാതി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എവിടെ പരാതിയില്ലെന്നാണ് പറഞ്ഞിരുന്നത്? KPCC അധ്യക്ഷൻ പരാതി അറിഞ്ഞില്ല എന്നുള്ളത്. ഷാഫി പറമ്പിലിന് പരാതി നൽകിയിരുന്നു, ഷാഫി പറമ്പിലിനോട് പരാതി നൽകിയിരുന്നു എന്നാൽ പരാതി പറഞ്ഞിരുന്നു എന്നാണ് ഷഹനാസ് പറഞ്ഞത്. അപ്പൊ ആരറിഞ്ഞില്ല? ഇനി ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്ന നിലയ്ക്ക് ഷാഫി പറമ്പിലിന് ആ പരാതി സംഘടനയെ അറിയിക്കേണ്ട ഉത്തരവാദിത്തമില്ലായിരുന്നോ? ഇന്ന് പോലും അതിന് മറുപടി പറയുന്നില്ല. അപ്പൊ ആർക്ക് പരാതി കിട്ടിയില്ല, ആരറിഞ്ഞില്ല എന്നുള്ളതാണ് ചോദ്യം. വി ഡി സതീശനെതിരെ, ഉണ്ണിത്താനെതിരെ, കെ മുരളീധരനെതിരെ, ഉമാ തോമസിനെതിരെ അന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന സൈബർ ആക്രമണം ഉണ്ടായിരുന്നു ഉമാ തോമസിനെതിരെ. അന്ന് ആ കാര്യം എന്ന് പറഞ്ഞപ്പോൾ അത്രമേൽ മനുഷ്യത്വരഹിതമായ ആക്രമണം അഴിച്ചുവിടാൻ കഴിയുന്ന ഒരു പാരലൽ സംവിധാനം വളർത്തിയെടുത്താണ് ഈ പറയുന്ന ക്രിമിനൽ പ്രവർത്തനം ഇവിടെ നടപ്പിലാക്കിയത്. അതിലേക്ക് ഞാൻ വരാം. ഓരോന്നിനും ഒന്നൊന്നായി എണ്ണി തന്നെ മറുപടി പറയാം.
അതിനു മുൻപ് ഈ ആൾക്കൂട്ട ഗ്രൂപ്പുകളുടെ ഒരു ഫാൻസ് അസോസിയേഷനുകളുടെ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടുകളെ കുറിച്ച് പറയാം. ഒരു കോൺഗ്രസ് പ്രതിനിധി എന്നുള്ള നിലയിലും വ്യക്തിപരമായും അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ ചർച്ച ചെയ്തിരിക്കുന്നത്. ഈ മാതൃഭൂമി ഉൾപ്പെടെ ഏതാണ്ട് എല്ലാ മുഖ്യധാര ചാനലുകളിലും ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയും. അര വാക്കുകൊണ്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെയോ അയാളുടെ ചെയ്തിയെയോ ന്യായീകരിച്ചിട്ടില്ല, അതിജീവിതകളെ അപമാനിച്ചിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയുടെ നയസമീപനം ഒന്ന് തന്നെയാണ്. ഇവിടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ബഹുമാന്യനായ അനിൽകുമാറിന്റെ പാർട്ടിയിലെ നേതാക്കന്മാർക്കെതിരെ ആ പാർട്ടി അംഗങ്ങളായ സ്ത്രീകൾ തന്നെ പരാതി കൊടുത്തിട്ട് പരാതിക്കാരായ സ്ത്രീകൾ പാർട്ടിയിലേ ഇല്ല. മറ്റ് ഈ ആരോപണ വിധേയരായ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ട ആളുകൾ ആ പാർട്ടിയിൽ ഇപ്പോൾ ഉന്നത സ്ഥാനത്ത് തുടരുകയാണ്. അതേസമയം താങ്കൾ പറഞ്ഞ ഷഹനാസ് ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഇപ്പോഴും കോൺഗ്രസ് ആയി തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടം പുറത്തു പോകേണ്ടി വന്നിരിക്കുന്നു. ഇന്ന് ഷഹനാസ് ഇട്ട പോസ്റ്റ് എന്താണെന്ന് വി ആർ അനൂപിന് അറിയാമോ? എന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയ അതേ ആൾ എന്നെ ഇന്ന് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്താണ് എന്നുള്ളത്. ആരാണ് പുറത്താക്കാത്തവർ? അല്ല, അത് വ്യക്തമല്ലേ മാധു? ഈ ഷഹനാസ് ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സാങ്കേതികമാണ് സ്ഥാനാർത്ഥിത്വത്തിൽ തുടരാണ്. അതുപോലെ നിങ്ങൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയിട്ടുണ്ടോ? അല്ല, ആ രാഹുൽ മാങ്കൂട്ടം പുറത്തല്ലേ? രാഹുൽ മാങ്കൂട്ടം പുറത്തല്ലേ? പാർട്ടിക്ക് പുറത്ത് ഇന്നല്ലേ ആയത്. ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഇത് നോക്കൂ, ഷഹനാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർന്ന ഏറ്റവും മുതിർന്ന ഘടകത്തിലുള്ള ആളൊന്നുമല്ല. കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതാ ഇപ്പോൾ പോലും ഈ പാർട്ടിക്ക് വേണ്ടി ഏറ്റവും ചെറിയ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടി. അവരെ ഈ ആരോപണം ഉന്നയിച്ചതിന്, ഈ കാര്യം പറഞ്ഞതിന് പിന്നാലെ അവരുള്ള ഒരിടത്ത് പുറത്താക്കപ്പെടുകയാണ് അവര്. പിന്നീട് അത് ഇന്ന് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, മിനിമം ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയിട്ടുണ്ടോ? ഇല്ല. മാധു അതിനകത്ത് ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ട്. ഷഹനാസ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കൾച്ചറൽ സെല്ലായ സാംസ്കാരിക സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അവരെ പുറത്താക്കിയത് ആ ഗ്രൂപ്പിൽ നിന്നല്ല, കോഴിക്കോട് ജില്ലയിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അതിന് ചുമതലയുള്ള ആൾ മാറ്റിയതാണ് തിരിച്ചെടുത്തത്. ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും. ഞാനിതിന് ഇന്നടത്തുനിന്ന് പുറത്താക്കി ആ ഇടത്തുനിന്ന് പുറത്താക്കി എന്നൊന്നും പറഞ്ഞില്ല. അവര് പറയുകയാണ് ഇതിന് പിന്നാലെ എന്നെ പുറത്താക്കി. പക്ഷേ അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് പുറത്താക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷെ കൊള്ളുന്നിടത്ത് പറ്റില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ മാധു, ഇതിനകത്ത് തെറ്റിദ്ധാരണ കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാകരുത്. അതുകൊണ്ടാണ് പറയുന്നത് ഷഹനാസ് എന്ന് പറയുന്നത് അങ്ങനെ കാര്യമായ പദവിയിലുള്ള ആളല്ല എന്ന് പറഞ്ഞത് തെറ്റ്. അവർ കോൺഗ്രസിന്റെ കൾച്ചറൽ സെല്ലായ സാംസ്കാരിക സാഹിതിയുടെ പദവിയിലില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതല്ല വിഷയവും. നിങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവോ, നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ കൈവെള്ളയിൽ മറ്റേ വെള്ളിക്കരണ്ടി വെച്ചു കൊടുത്ത നേതാവോ ഒന്നുമല്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെയുള്ളവർക്ക് പോലും നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ സാധ്യമാകുന്നുണ്ട് ആ സംഘടനയ്ക്ക്. ഇവിടെ പിന്നെ താങ്കൾ ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടോ എന്നാണെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉയർന്ന ആദ്യഘട്ടത്തിൽ തന്നെ എനിക്കറിയാവുന്ന ഒരു കാര്യം, ഞാൻ കൂടി അംഗമായ KPCCയുടെ മീഡിയ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് നഷ്ടം വരുന്നത് ആർക്കാണ് എന്നുള്ളതാണ്. അത് അതിന്റെ ഓരോ വേർഡിന്റെയും അർത്ഥത്തിലെടുത്ത് പറയുന്നത് സമയം കളയാനാണെങ്കിൽ ശരി, അങ്ങ് പറയൂ, മറുപടി പറയൂ. അല്ല, ഞാനത് വളരെ അങ്ങത് മനസ്സിലാക്കണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഈ താരതമ്യങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്ന ആളേ അല്ല. ഈ കാര്യത്തിന്റെ ഗൗരവ ആർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ആളുമാണ്. പക്ഷെ താങ്കൾ ഇത് പറയാൻ പൂർണ്ണമായി കേൾക്കാനും സന്നദ്ധത പ്രദർശിപ്പിക്കണം. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത സ്ത്രീകൾ അവർ വഹിച്ച സ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ തുടരുകയാണ്. പക്ഷെ CPM-ൽ ഈ പരാതി കൊടുത്ത CPM-നകത്തു നിന്ന് പരാതി കൊടുത്ത സ്ത്രീകൾക്ക് പുറത്തു പോകേണ്ടി വരികയും CPM-ൽ ആരോപണ വിധേയരായ പ്രതിസ്ഥാനത്ത് നിന്ന ആളുകൾ കൂടുതൽ വലിയ പദവികളിൽ നിൽക്കുകയാണ്. ആ താരതമ്യം പ്രസക്തമല്ലേ മാധു? എനിക്ക് സംശയമുണ്ട്. ഷഹനാസ് പരാതി പറയുകയാണ് ചെയ്തത്. കോൺഗ്രസിനുള്ളിൽ വേറെ സ്ത്രീകൾ പരാതി കൊടുത്തിട്ടുണ്ടോ? അങ്ങ് പറഞ്ഞത് കോൺഗ്രസിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത സ്ത്രീകൾ തുടരുന്നു എന്നാണ്. വേറെ സ്ത്രീകളുണ്ടോ? ഞങ്ങൾക്ക് കണക്ക് തെറ്റുന്നതാണോ? ഞാൻ പറയാം. രാഹുലിനെതിരെ ഇര എന്നുള്ള രീതിയിലല്ല, രാഹുലിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയാണെന്നേ. വലിയ ഔദാര്യം. അല്ലല്ല, അതങ്ങനെ കാണരുത്. നിങ്ങൾ താരതമ്യം ചെയ്യുമ്പോ അങ്ങനെ താരതമ്യം ചെയ്യണം.
നിങ്ങൾ അതിനെ നിസ്സാരവൽക്കരിക്കരുത്. കോൺഗ്രസ് പാർട്ടി എടുത്ത നടപടിയുടെ ബലത്തിലാണ് ഇവിടെ പരാതിക്കാരികൾക്ക് പോലീസ് സംവിധാനം. നിങ്ങളാണ് പറയുന്നത് വലിയ ജനാധിപത്യമുള്ള പാർട്ടിയാണ് എന്ന്. നിങ്ങൾ വലിയ ഔദാര്യത്തോട് പറയാണ് രാഹുലിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ വനിതാ നേതാവ് അവിടെ തുടരുന്നില്ലേ എന്ന്. നിങ്ങൾ ആരോടാണ് ഈ ഔദാര്യം കാണിക്കുന്നത്? വലിയ ജനാധിപത്യമുള്ള പാർട്ടിയിൽ ഇത്രയും അധികം കാര്യങ്ങൾ പുറത്തു വന്നൊരു യുവ നേതാവിനെതിരെ നടപടിയെടുക്കണമെന്ന് പറയുന്നത് പുറത്താക്കാൻ പര്യാപ്തമായ കുറ്റമാണ് എന്നാണോ പറയുന്നത്? എന്നിട്ടും ഞങ്ങളത് ചെയ്യുന്നില്ല എന്ന ഔദാര്യ പ്രഖ്യാപനമാണോ? അല്ല, ഞാൻ ഇവിടെ മാധവും ഞാനും തമ്മിലാണ് ചർച്ച എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ മറുപടി പറഞ്ഞു പോകാം. CPM പ്രതിനിധി പറഞ്ഞതിന് ഞാൻ മറുപടി പറയണോ വേണ്ടേ? ഞാൻ പറഞ്ഞത് എന്താ ഇവിടെ CPMന്റെ പ്രതിനിധി പറയുന്നു ഇതിന്റെയൊക്കെ ചാമ്പ്യൻ ആവാൻ ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞത് എന്താ? ഇവിടെ PK ശശിക്കെതിരെ പരാതി പറഞ്ഞ ഇരകളെ നിശബ്ദരാക്കി പൊതുമണ്ഡലത്തിൽ നിന്നേ കളഞ്ഞില്ലേ? അവരെവിടെ PK ശശി, P ശശി തുടങ്ങിയവരൊക്കെ ഉൾപ്പെട്ട വിഷയം കേരളം ഏറെ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അന്നൊക്കെ സ്വീകരിച്ച നിലപാടെന്താ? ഇതൊക്കെ ആവട്ടെ എന്നാണോ നിങ്ങൾ സ്വീകരിച്ച നിലപാടെന്താ? നിങ്ങൾക്ക് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ആളെ അറിയില്ല, പേര് പറയാൻ കഴിയില്ലേ? രണ്ടാമത്തെ സെന്റൻസ് മുതൽ തുടങ്ങിയതാണല്ലോ P ശശിയും PK ശശിയും. കേരളം ആവശ്യത്തിന് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുകൂടി സംസാരിക്കൂ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, രാഹുലിനെ കുറിച്ച് തന്നെയല്ലേ പറയുന്നത്. ആ വിഷയത്തിൽ നിന്ന് ഞങ്ങൾ ചർച്ച ബഹിഷ്കരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് പറയാനൊരു പ്രശ്നമില്ലാന്നേ ഞാൻ പറഞ്ഞില്ലേ. അര വാക്കുകൊണ്ട് പോലും ഇത്തരം ചർച്ചകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസ് പ്രതിനിധികൾ ന്യായീകരിച്ചിട്ടില്ല. ഇരയായ ആളുകൾ അപമാനിച്ചിട്ടില്ല. പിന്നെ ഈ പറയുന്ന സൈബർ ആൾക്കൂട്ടങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ നേതാക്കന്മാരെ അപമാനിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണോ? ഒരു കാര്യമില്ല. അല്ലല്ല, കോൺഗ്രസിന്റെ പരിപാടി സംഘടിപ്പിച്ച ഇടത്ത് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് സംസാരിക്കുന്നതിനിടയിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് അതിക്രമം കാണിച്ചത്. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അണികളും ഗുണ്ടാ സംഘങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ കഴിയുമനു? അല്ല, ഞങ്ങളുടെ നേതൃത്വം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസിന്റെ രീതിയല്ല, കോൺഗ്രസ് അത് അംഗീകരിക്കുന്നില്ല. ഇതൊന്നും നിങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങളുടെ പാർട്ടിയിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നാണ് ഇത് മുഴുവൻ ചെയ്തത്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ആ സംഘടനയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ, ഇത്രയധികം ചീഞ്ഞു പഴുക്കലുകൾ നടക്കുന്നുണ്ട് എന്നത് തിരിച്ചറിഞ്ഞ് അതിന് ഉതകുന്ന രീതിയിൽ ആ സംഘടനയെ പുതുക്കി പണിയുവാനും. ഇപ്പൊ വേറെ ഒന്നും പറയാനില്ല. ഇടവേള. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. റിനി, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടിയിരുന്നു എങ്കിൽ ഇവിടെ നടക്കുന്നത് എന്തായിരിക്കും? ഇവിടെ പൂമാലി ഉണ്ടാകും, ഇവിടെ പുഷ്പാഭിഷേകം ഉണ്ടാകും, ഇവിടെ വാദ്യമേളം ഉണ്ടാകും. ഈ നിലയ്ക്കായിരിക്കും. ഇതിപ്പോ ജാമ്യം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് പാർട്ടി അടക്കം നടപടി സ്വീകരിക്കുന്നത്. ആ ജാമ്യം നോക്കിയതിന് ശേഷം എന്നുള്ളത്, അതായത് ഈ രണ്ടാമത്തെ പെൺകുട്ടിയുടെ ക്രൂര പീഡനങ്ങളുടെ കഥ പറഞ്ഞുള്ള പരാതി വന്നിട്ടും ആ പരാതിയുടെ അടിസ്ഥാനത്തിലുമല്ല ഇപ്പോഴുള്ള നടപടി. ഇപ്പോഴുള്ള നടപടി കോടതി വിധിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. നോക്കുമ്പം രാഹുൽ ഈശ്വർ അകത്ത് കിടക്കുകയാണ്. ഈ പറയുന്ന കുറ്റകൃത്യം ചെയ്ത ആൾ പുറത്താണെങ്കിൽ അയാൾക്ക് വേണ്ടി അകത്ത് കിടക്കാൻ, അയാൾക്ക് വേണ്ടി വാദമുന്നയിച്ച് ഈ ഇരയുടെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്തി അകത്ത് കിടക്കാൻ തയ്യാറാകുന്ന ആളുകളുണ്ട് ഇവിടെ. ആ നിലയ്ക്കാണ് സൈബർ അതിക്രമം. ഉമ്മാ തോമസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത്രമേൽ ക്രൂരമായി കേരളം മുഴുവൻ അവർ തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഈ പ്രശ്നമുണ്ടായി അവരുടെ എതിരഭിപ്രായം പറഞ്ഞപ്പോൾ അന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന കമന്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ നിലയ്ക്കുള്ള അധിക്ഷേപമാണ് സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു സൈബർ അറ്റാക്ക് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ വിധി മറിച്ചായിരുന്നെങ്കിൽ, തിരിച്ചായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഈ അതിജീവിതയെ പോലുള്ള അല്ലെങ്കിൽ ഇരകളായിട്ടുള്ള പെൺകുട്ടികൾ, അല്ലെങ്കിൽ ഇത് പറയാൻ തയ്യാറായവർ നേരിടേണ്ടി വരിക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അത്രമേൽ രൂക്ഷമായ സൈബർ അറ്റാക്കും രൂക്ഷമായ പ്രതികരണങ്ങളും ഒരുതരം ഗുണ്ടായിസം തന്നെ ഇവിടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ കാര്യത്തിലാണ് കോടതിയുടെ വിധിയെ ഏറ്റവും ബഹുമാനപൂർവ്വം സ്വീകരിക്കുന്നത്. കാരണം അത് മനസ്സിലാക്കാൻ കോടതിക്ക് സാധിച്ചു എന്നുള്ളതിൽ വലിയൊരു സമാധാനവും വലിയൊരു സന്തോഷവുമുണ്ട്. പക്ഷേ ഈ ഒരു വിധി, അതായത് ഈ വിധി എന്ന് പറയുന്ന ഒരു ഫൈനൽ വിധിയല്ല എങ്കിൽ പോലും ഇതിൽ ചില കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കോടതി മനസ്സിലാക്കി. അതായത് കോടതി എന്ന് പറയും ഇതുവരെ പറഞ്ഞിരുന്നത് ഇതൊക്കെ പുകമറയാണ്, മറ്റു പാർട്ടികൾ ഉണ്ടാക്കുന്ന ആരോപണങ്ങളാണ്, പൈസ വാങ്ങി നടത്തുന്ന ആരോപണങ്ങളാണ് എന്നൊക്കെ പറഞ്ഞൊരു പുകമറയിൽ നിർത്തിയിരുന്നു.
ഇപ്പോൾ കോടതി തന്നെ നേരിട്ട് അത് മനസ്സിലാക്കി ഒരു വിധിയുടെ ഒരു തുടക്കം, അതിജീവിതയ്ക്ക് കിട്ടാവുന്ന ഒരു വിജയത്തിൻ്റെ ഒരു തുടക്കം ഉണ്ടായിട്ട് പോലും ഇപ്പോഴും നമ്മൾ സൈബർ രംഗം നോക്കിക്കഴിഞ്ഞാൽ ഈവൻ എൻ്റെ ഫോട്ടോസിൻ്റെ അടിയിലും വീഡിയോസിൻ്റെ അടിയിൽ പോലും ഇപ്പോഴും തെറി അഭിഷേകം നടക്കുകയാണ്. അപ്പോൾ മറിച്ചൊരു വിധിയായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്ന് ആലോചിക്കാനേ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ അതിജീവിതയുടെ കാര്യം തന്നെ വളരെ പരിങ്ങലിലാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അതെല്ലാം വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് കോടതി ഇങ്ങനൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. നീതിയും നിയമവും എന്തായാലും ഉണ്ടാകും എന്നുള്ളതാണ് വലിയ ആത്മവിശ്വാസമായി ഇപ്പോഴും അവശേഷിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 4-നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്നൊരു ഡിസംബർ 4-ആണ്. ഇന്നാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നത്. ഇന്നാണ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ആ നടപടിക്ക് കാരണമാകാൻ ഉതകുന്ന തരത്തിലൊരു വിധി വന്നത്. വളരെ അത് അപ്രതീക്ഷിതമായ ഒന്നാണ്. പക്ഷേ കാവ്യനീതി പോലെ എന്ന നിലയ്ക്കു പരിഗണിക്കേണ്ടി വരുന്ന ഒന്നാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പോലും സാധ്യതയുള്ള ഒരു ചെറുപ്പക്കാരൻ എന്ന പലരാൾ വിധി എഴുതപ്പെട്ട ഒരാൾ അനിവാര്യമായൊരു പതനത്തിലേക്ക് പോകുമ്പോൾ കേരളം ആ നിലയ്ക്കല്ല നേതാക്കളെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഇവിടുത്തെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇത്രയും കാലം നമ്മൾ പൊരുതി നേടിയ സാമൂഹ്യ അന്തരീക്ഷത്തിന് ഇതിൽ കൂടുതൽ അർഹിക്കുന്നു, നമ്മൾ അഭിമാനത്തോടെ അർഹിക്കുന്നു എന്ന ഒരു കാവ്യനീതിയുടെ പ്രകാശനമായി അതിനെ കാണേണ്ടി വരും. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.